അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യൻ ഭരണകൂടം കൂടുതൽ നല്ല സൗഹൃദങ്ങൾ ബന്ധങ്ങളൊക്കെ വെച്ച് പുലർത്താനായിട്ട് തീരുമാനിക്കുന്നു. അതായത് ഇന്ത്യയും താലിബാനും തമ്മിൽ ഒരു നല്ല ബന്ധം ശക്തിപ്പെടുത്തുന്നു എന്നതിൻ്റെ സൂചനകൾ നമ്മുടെ വിദേശകാര്യമന്ത്രിയായ ഡോക്ടർ എസ് ജയശങ്കർ തന്നെയാണ് വെളിപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ താലിബാൻ അഫ്ഗാനിലെ ഭരണം പിടിച്ചതിന് ശേഷം ഇതാദ്യമായിട്ട് നയതന്ത്ര തലത്തിൽ ഒരു ബന്ധം സ്ഥാപിച്ചുവെന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി പറയുന്നു. നിലവിൽ അഫ്ഗാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന അമീർ ഖാൻ മുത്തഖിയുണ്ട്. അമീർ ഖാൻ മുത്തഖിയുമായിട്ട് ഫോണിൽ സംസാരിച്ചു. എന്നിട്ട് ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ ചർച്ചകൾ നടത്തി. ഇതിന് കാരണമുണ്ട്. കാരണം താലിബാൻ തന്നെ നേരിട്ട് ഈ പഹൽഗാം അറ്റാക്കിനെ അപലപിച്ച് ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു. അത് വലിയൊരു നേട്ടമായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ഇരുവരും തമ്മിൽ ഫോണിൽ കൂടി നടത്തിയ സംഭാഷണത്തിൽ ഈ ഇപ്പോൾ പുറത്തു വരുന്ന പല വ്യാജ വാർത്തകൾ, തെറ്റായ നരേറ്റീവ് ഇതൊക്കെ തന്നെ തള്ളിക്കളയണമെന്നും ഇന്ത്യയും ഈ പറയുന്ന ബംഗ്ലാദേശും തമ്മിലുള്ള ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളലുകൾ വരുത്താൻ ആരൊക്കെയോ ശ്രമിക്കുന്നുവെന്നുമാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് 2021 ഓഗസ്റ്റിൽ ഈ താലിബാൻ അഫ്ഗാൻ്റെ ഭരണം പിടിച്ചതിന് ശേഷം ഇതാദ്യമായാണ് നമ്മൾ നയതന്ത്ര തലത്തിലൊരു ബന്ധം പുലർത്തുന്നത്, അല്ലെങ്കിൽ ഫോൺ സംഭാഷണം പുലർത്തുന്നതെന്ന് പറയുന്നത്. നമുക്കറിയാം അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തെ പല രാജ്യങ്ങളും അംഗീകരിക്കുന്നുണ്ട്, പരസ്യമായിട്ടല്ല, അവരുമായിട്ടുള്ള ട്രേഡ് നടത്താൻ വേണ്ടി, അവരുമായിട്ടുള്ള പല കാര്യങ്ങൾ നടത്താൻ വേണ്ടി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഔദ്യോഗികമായി പറഞ്ഞു താലിബാനുമായിട്ട് നമ്മൾ ചർച്ച നടത്തിയത്. ഈ പഹൽഗാം ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയും ഇവരും തമ്മിലുള്ള, അതായത് ഈ അഫ്ഗാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടാനുള്ള കാരണം അഫ്ഗാന് വലിയ സാമ്പത്തിക സഹായങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട്, ഭക്ഷ്യവസ്തുക്കൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ പിന്തുണയും നമ്മൾ നൽകുന്നുണ്ട്. മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ പാകിസ്ഥാൻ വഴി വരണം, അതായത് റോഡ് മാർഗം. ഇതൊഴിവാക്കാൻ വേണ്ടി ഇറാനിലെ ചാബഹാർ തുറമുഖത്തിൻ്റെ വികസനം ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാനും അതിൻ്റെ ഗുണമുണ്ടാകും, ഇന്ത്യക്കും അതിൻ്റെ ഗുണമുണ്ടാകും. ഈ നേരത്തെ നമ്മളിപ്പോൾ ഈ ചർച്ചയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കൂടുതൽ വിസ ഇന്ത്യയിലേക്ക് അനുവദിക്കാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതാണ്ട് 2001 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് അഫ്ഗാനിസ്ഥാൻകാരെ ഇഷ്ടമാണ്, അവർക്ക് നമ്മളെയും ഇഷ്ടമാണ്. അവർക്ക് തീവ്രവാദ സ്വഭാവമുണ്ട്, അത്തരമുള്ള സംഭവങ്ങളെയൊക്കെ പിന്തുണയ്ക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. കാരണം നയതന്ത്ര ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചിലതിനെയൊക്കെ നമ്മൾ കണ്ണടച്ച് കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു അവസ്ഥ വെച്ച് പുലർത്തണം. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും വെച്ച് പുലർത്തിയത്. അപ്പോൾ ഈ പറയുന്ന ജയശങ്കറിൻ്റെ ചർച്ചയ്ക്ക് മുമ്പായി തന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് നമ്മളുടെ മറ്റൊരു പ്രതിനിധി അയച്ചിരുന്നു. അതായത് അഫ്ഗാൻ, അതുപോലെ തന്നെ ഇറാൻ, ഇറാഖ്, പാകിസ്ഥാൻ തുടങ്ങിയ മേഖലകളുടെ ഡയറക്ടർ ജനറൽ, ഒപ്പം ഇന്ത്യയുടെ തന്നെ പ്രത്യേക പ്രതിനിധിയുമായ ആനന്ദ് പ്രകാശ് ഇതുപോലെ തന്നെ ഇവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ കൂടിക്കാഴ്ചകൾ എന്ന് തന്നെയാണ് അവർ പുറത്തേക്ക് വിട്ടത്. അതിനു മുമ്പ് വിക്രം മിശ്രി നേരത്തെ ദുബായിൽ വെച്ച് ഇതേ മുത്താഖിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ കുറച്ച് കാലങ്ങളുമായി ഇന്ത്യയും അഫ്ഗാനും തമ്മിൽ, അല്ലെങ്കിൽ താലിബാൻ ഭരണകൂടവും തമ്മിൽ ബന്ധം കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. ഈ മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാനെ വലിയ രീതിയിൽ അസ്വസ്ഥമാക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഈ ബലൂചിസ്ഥാൻ മേഖല പിടിച്ചടക്കണം, അല്ലെങ്കിൽ ബലൂജ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉൾപ്പെടെ ഏതാണ്ട് 8ഓളം സംഘടനകൾ ഒന്നിച്ച് ഇന്ന് പോരാടുന്നുണ്ട്. ഇവിടെ ഈ ബലൂജിന് നമ്മളൊരു പിന്തുണ നൽകുകയാണെങ്കിൽ സഹായിക്കാമെന്ന് താലിബാനും പറയുന്നുണ്ട്. ഒപ്പം ഖൈബർ പഷ്തൂൺഖ മേഖല, ഇവിടെ ഈ പറയുന്ന തെഹരിക്കെ ഈ താലിബാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ താലിബാൻ അനുകൂല സംഘടന വലിയ പ്രക്ഷോഭമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചോളൂ, ഞങ്ങൾ ഇപ്പുറത്തൂടി ഖൈബർ പഷ്തൂൺഖ മേഖലയെ ആക്രമിച്ചോളാം എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മൾ സംശയിക്കാം, എന്തിനാണ് ഈ അഫ്ഗാനുമായിട്ട് നമ്മൾ ഇത്തരത്തിലൊരു ബന്ധം പ്രകടിപ്പിക്കുന്നതെന്ന്. സ്വാഭാവികമായും അഫ്ഗാൻ, അല്ലെങ്കിൽ താലിബാൻ എന്ന് പറയുന്നത് തീവ്രവാദ നിലപാടുള്ള, മുസ്ലിം സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പോലും അനുവാദം കൊടുക്കാത്ത, കർക്കശമായ മതനിയമങ്ങൾ പാലിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ പിൻവാതിലൂടെ അഫ്ഗാനുമായിട്ടുള്ളൊരു ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ പാകിസ്ഥാനിലെ തെഹരിക്കെ ഈ താലിബാൻ, അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ, ലഷ്കർ-ഇ തൊയ്ബ തുടങ്ങിയ സംഘടനകൾക്ക് നേരെയൊക്കെ ആക്രമണം നടത്തി. അപ്പോൾ ഈ ഭീകരവാദികളുടെ ട്രെയിനിങ് ക്യാമ്പുകൾ, അവരുടെ പരിശീലന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത സ്ഥലങ്ങൾ, ഇതെല്ലാം നമ്മൾ തകർത്തു. അങ്ങനെയാണെങ്കിൽ അവശേഷിക്കുന്ന ഭീകരർക്ക് ഇനി പോകാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അഫ്ഗാനാണ്.
കാരണം പാകിസ്ഥാൻ അഫ്ഗാനെ കാലാകാലങ്ങളായി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആയുധങ്ങൾ നൽകുന്നതിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യ ഒരു ബന്ധം സ്ഥാപിച്ചാൽ അവിടെ നിന്നുള്ള തന്ത്രപ്രധാനമായ കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അവരുടെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു അവലോകനം നടത്താൻ പറ്റും. എന്തിന്? ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ചില തെമ്മാടി രാജ്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നല്ലോ എന്ന് ആശങ്കപ്പെടുന്നവർക്ക് കൃത്യമായ മറുപടിയാണ്, അതായത് പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് ഒരു കാരണവശാലും അഫ്ഗാൻ അഭയം കൊടുക്കരുത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അഫ്ഗാനുമായിട്ട് നയതന്ത്ര തലത്തിൽ ചില ബന്ധങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ UN ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളൊന്നും തന്നെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് താലിബാനുമായിട്ട് അങ്ങോട്ട് സഹായങ്ങൾ ചെയ്ത് ബന്ധം പുനഃസ്ഥാപിക്കുന്നുണ്ട്. നമ്മൾ അവിടെ ഒരു ഡാം വരെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യ അഫ്ഗാൻ ഫ്രണ്ട്ഷിപ്പ് ഡാം എന്നാണ് അതിൻ്റെ പേര്. കൂടാതെ അവിടുത്തെ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചു കൊടുത്ത നമ്മളാണ്. സ്കൂളുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൻതോതിൽ സാമ്പത്തിക സഹായങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഒരു പുതിയ റോഡ് നിർമ്മിക്കുന്ന പദ്ധതിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പാകിസ്ഥാൻ വഴി അഫ്ഗാനികൾക്ക് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു പദ്ധതിയുണ്ട്. അതൊഴിവാക്കിയിട്ട് നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് കടന്നു പോകാനുള്ള ഒരു പുതിയ പാത. ഈ സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്നത് മിനറൽസും മെറ്റൽസും ഒക്കെ ധാരാളമുള്ളതാണ്. അപ്പം ഒരു മാനുഫാക്ചറിങ് ഹബ്ബ് എന്ന നിലയിൽ വളരുന്ന ഇന്ത്യക്ക് ഈ സെൻട്രൽ ഏഷ്യയുമായിട്ട് ബന്ധപ്പെടാൻ ഈ അഫ്ഗാനുമായിട്ടുള്ള ഈ കണക്ഷൻ വളരെ സഹായമാണ്. ഒപ്പം ഇറാനിലെ ചാബഹാർ തുറമുഖത്തിൻ്റെ ഒരു നിയന്ത്രണം ഇന്ത്യയും അതുപോലെ തന്നെ അഫ്ഗാനും കൈയാളും. അപ്പോൾ ഈ ചരക്ക് ഗതാഗതത്തിന് വലിയ ഗുണം ചെയ്യും. പാകിസ്ഥാനെ കൃത്യമായിട്ട് നമുക്ക് ഒഴിപ്പിച്ച് നിർത്താം. ചൈനയും പാകിസ്ഥാനും ഒരുപോലെ ഞെട്ടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും അഫ്ഗാനും തമ്മിലുള്ള ഈ ബന്ധം കൂടുതൽ അടുക്കുന്നത് മൂലമുള്ള ചില പ്രശ്നങ്ങൾ. അതാണ് വിദേശകാര്യമന്ത്രിയായ S. ജയശങ്കർ. അപ്പോൾ ജയശങ്കറുടെ ബുദ്ധിയെ നമ്മൾ നോക്കണം. ഏതാണ്ട് 30 വർഷത്തിലധികം തന്നെ ഫോറിൻ സർവീസിൽ പ്രവർത്തിച്ച ഒരാളാണ് ജയശങ്കർ. അതുകൊണ്ട് കൃത്യമായ നയതന്ത്രം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തി. മാത്രമല്ല അവർ ഞങ്ങളോട് വളരെയധികം സഹായിച്ചു. എന്നിട്ട് പഷ്തോ ഭാഷയിൽ ട്വിറ്ററിൽ ഈ അഫ്ഗാൻ തന്നെ ഈ കാര്യങ്ങൾ കുറിക്കുന്നു. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ പഴയതുപോലെ ഒരു ബന്ധം ഇന്ത്യയുമായിട്ട് ഉണ്ടാകണമെന്ന് അവരും ആഗ്രഹിക്കുന്നു. നമ്മളും അതിനെ പിന്തുണയ്ക്കുകയാണ്. നിലവിൽ അഫ്ഗാനുമായിട്ടുള്ള ബന്ധമുണ്ടാക്കാൻ ചൈന, പാകിസ്ഥാൻ, തുർക്കി, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ശ്രമിക്കുന്നു. അതിനിടയിലൂടെയാണ് ഇന്ത്യ കൃത്യമായൊരു ബന്ധം വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് അഫ്ഗാൻ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിന് വേണ്ടി താൽക്കാലികമായ ഒരു ചർച്ചയ്ക്കും പരിഹാരത്തിന് നിങ്ങൾ പോകരുത്. കാരണം അത് പാകിസ്ഥാൻ്റെ യുദ്ധതന്ത്രമാണ്. നമ്മുടെ കൂടെ നിൽക്കുന്നുവെന്ന് പ്രതീതി ജനിപ്പിക്കുകയും നമ്മളെ ആക്രമിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പാരപണിയും, ചൈനക്കാർ പിന്തുണയ്ക്കും. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എത്രയോ കാലം പാകിസ്ഥാന് സഹായം നൽകിയത് അഫ്ഗാനായിരുന്നു. അതുകൊണ്ട് തന്നെ അഫ്ഗാൻ ഇവരുടെ നിലപാടറിയാം. എന്തിന്? ബിൻ ലാദൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഒളിപ്പിച്ച് താമസിച്ച അബോട്ടാബാദിൽ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിച്ചത് ഈ പാകിസ്ഥാനാണ്. അന്ന് US-ഉം അതുപോലെ തന്നെ USSR-ഉം ബ്രിട്ടനും ഒക്കെ വൻതോതിൽ ഇവർക്ക് പണം നൽകുകയും രഹസ്യമായി അഫ്ഗാനിസ്ഥാനിൽ ഈ ചാരപ്രവർത്തനം നടത്താൻ ഇവരെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ നിലപാട് കൃത്യമായിട്ട് അറിയാം. ഇതേ നിലപാട് തിരിച്ച് അഫ്ഗാൻ സ്വീകരിക്കുകയാണ്. അതായത് ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്താം, ഇന്ത്യക്ക് വേണ്ടി നിലപാടുകൾ അറിയിക്കാം, ഇന്ത്യയുടെ കൂടെ ഞങ്ങൾ നിൽക്കാം. ഇത് തന്നെയാണ് S. ജയശങ്കർ എന്ന് പറയുന്ന വിദേശകാര്യമന്ത്രിയുടെ കൃത്യമായ ഓപ്പറേഷൻ. എന്തായാലും ഈ മുത്തക്കി എന്ന് പറയുന്ന അമീർ ഖാൻ മുത്തക്കി നമ്മളുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കും. നമ്മളുമായിട്ടുള്ള കൂടുതൽ ബന്ധങ്ങളിലേക്ക് വരണം, നമുക്ക് കൂടുതൽ വിസ അനുവദിച്ച് തരണം, മെഡിക്കൽ ടൂറിസത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. സാമ്പത്തിക സഹായം വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നയതന്ത്ര തലത്തിൽ നമ്മൾ കൂടുതൽ ഉദാരമായ മനോഭാവം ഈ പറയുന്ന താലിബാൻ ഭരണകൂടത്തോട് എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനോട് കാണിക്കുന്നു. കാരണം അഫ്ഗാനിസ്ഥാൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു പിൻവാതിലൂടെ അഫ്ഗാനിലേക്ക് നുഴഞ്ഞു കയറിയും ആ തീവ്രവാദികളെ അവിടെ ഒളിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യും. ഇതിനെ അട്ടിമറിക്കുക എന്നതാണ് ആത്യന്തികമായി നമ്മൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ അഫ്ഗാനുമായിട്ട് ഇന്ത്യ കൈകോർക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി ഒരു ചില ചാരപ്പണികൾ അഫ്ഗാൻ നടത്തുന്നു. ഏതെങ്കിലും തരത്തിൽ ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ നീക്കം നടത്തുകയാണെങ്കിൽ അഫ്ഗാൻ നമുക്കൊപ്പം നിൽക്കും. ഇപ്പോൾ തന്നെ പാകിസ്ഥാന് നേരെ അഫ്ഗാൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. താലിബാനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, അല്ലെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നറിയാതെ പാകിസ്ഥാൻ ബുദ്ധിമുട്ടുന്നു. മറുവശത്ത് ഇന്ത്യ നേരിട്ട് വ്യോമ പ്രതിരോധ അവരുടെ വ്യോമ സംവിധാനങ്ങളെല്ലാം തകർക്കുന്നു, എയർബേസുകൾ തകർക്കുന്നു. ഇപ്പുറത്തേക്ക് ബംഗ്ലാദേശ് സിലിഗുരി മേഖലയിൽ ഒരു എയർബേസുമായിട്ട് മുന്നോട്ട് വരാൻ പോകുമ്പോൾ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് പറയുന്നു. കാരണം ISI ഉദ്യോഗസ്ഥർ ഈ സിലിഗുരി മേഖലയിൽ സന്ദർശനം നടത്തിയ കാര്യം പോലും നമ്മളെ അറിയിച്ചതിൽ ഈ അഫ്ഗാൻ അല്ലെ താലിബാന് വലിയൊരു പങ്കുണ്ട്. എന്തായാലും
പുതിയ ഒരു സൗഹൃദം ഉടലെടുക്കുന്നു. ലോകത്തെ ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.